എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിലെ 4ാം മത്സരമായ മെൽബണിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ടീമിൽ വമ്പൻ മാറ്റങ്ങൾക്ക് സാധ്യത. പരമ്പര ഇപ്പോൾ 1-1 സമനിലയിലാണ്. 2 മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ഒരു ടെസ്റ്റ് മത്സരം പോലും തോറ്റിട്ടില്ലാത്ത MCGയിൽ ഇന്ത്യയ്ക്ക് മികച്ച ബാറ്റിംഗ് സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും കൂട്ടരും മെച്ചപ്പെട്ട ബാറ്റിംഗ് പ്രകടനങ്ങൾ നടത്തും എന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഓർഡർ ഒരു പ്രശ്നമാകും. രോഹിതിനെ മധ്യനിരയിൽ ബാറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ടീം ഇന്ത്യയ്ക്ക് നല്ലത്. കാരണം രോഹിത് ഇപ്പോൾ മികച്ച ഫോമിൽ അല്ല. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഓപ്പൺ ചെയ്യാൻ അയച്ചാൽ അത് ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചടിയായിരിക്കും. പുതിയ പന്തിൽ റൺസ് നേടുക എന്നത് രോഹിത്തിന് ഒരു വലിയ വെല്ലുവിളി മാത്രമായിരിക്കുന്നു. അതിനാൽ 6ാം സ്ഥാനത്ത് തന്നെ തുടരുന്നതാണ് രോഹിത്തിന് നല്ലത്. ബാറ്റിംഗിൽ വലിയ മാറ്റങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ബൗളിംഗ് നിരയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ജസ്പ്രീത് ബുംറ ഒഴികെ ആരും തന്നെ മികച്ച പ്രകടനങ്ങൾ ഒന്നും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ബൗളിംഗിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നീ 2 സ്പിന്നർമാരുമായി ഇറങ്ങാൻ രോഹിത് ഇപ്പോൾ പദ്ധതിയിടുന്നത്. പരമ്പരയിൽ ഇരുവരും ഓരോ മത്സരം വീതം കളിച്ചിട്ടുണ്ട്. കൂടാതെ ടീമിനു വേണ്ടി വിലയേറിയ ചില റൺസ് സ്കോർ ചെയ്യാനും ഇരുവർക്കും സാധിച്ചിട്ടുണ്ട്. പേസ് ഡിപ്പാർട്ട്മെന്റിൽ ബുംറയാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. 3 മത്സരങ്ങളിൽ നിന്ന് മാത്രം 10.90 ശരാശരിയിലും 25 സ്ട്രൈക്ക് റേറ്റിലും 21 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി. പക്ഷേ സിറാജ് അത്ര നല്ല ഫോമിൽ അല്ല. അതുകൊണ്ട് തന്നെ സിറാജിന് പകരം ആകാശ്ദീപിനെ ടീമിനെ തിരിച്ചെത്തിക്കും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രിസ്ബെയിൻ ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ആകാശ്ദീപ് 3 വിക്കറ്റ് വീഴ്ത്തി. ഇനി നമുക്ക് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യും. 3ാം സ്ഥാനത്ത് വിരാട് കോഹ്ലി എത്തുമ്പോൾ 4ാമനായി ശുഭ്മാൻ ഗിൽ ഇറങ്ങും. 5ാം സ്ഥാനത്ത് ഋഷഭ് പന്തും ഇറങ്ങും. 6ാം നമ്പറിൽ രോഹിത് ശർമ്മ എത്തും. ഇനി ബൗളിംഗിൽ സ്പിൻ വിഭാഗത്തിൽ രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരും പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ, ആകാശ്ദീപ്, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരുമാകും ഉണ്ടാകുക. കഴിഞ്ഞ 2 മത്സരങ്ങളിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഇന്ത്യൻ ബാറ്റിംഗിന് നിര പരാജയപ്പെട്ടെങ്കിലും 4ാം ടെസ്റ്റിൽ ശക്തമായി തന്നെ തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് ടീം ഇന്ത്യ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.